ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IBSA ടയർ 2 കുറിച്ചിട്ടാണ്. ആസ് യു നോ, നമുക്കിനി എക്സാം ഏകദേശം നമ്മുടെ IBACAയുടെ ഡേറ്റ് ഒക്കെ കൺഫേം ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ടയർ 1 കംപ്ലീറ്റ് ചെയ്തവർ തന്നെയായിരിക്കും ഈ ടയർ 2 ക്ലാസ് ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പ് നിങ്ങൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതോടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രക്കും വലിയ ആന മറിക്കുന്ന അല്ലെങ്കിൽ മല മറിക്കുന്ന കാര്യമൊന്നും അല്ല. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ജസ്റ്റ് 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് അവിടെ സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും, എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോ സിമ്പിൾ ആണ്. നമുക്കൊരു 500 വേർഡ്സിന്റെ ഒരു പാസേജ് ഉണ്ടാകും. അത് നമുക്ക് 50 മാർക്കിലായിരിക്കും വരുന്നത്. അതിൽ 20 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ ആ ഒരു എക്സാം ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആണ്. അപ്പൊ ഇത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് അല്ലെങ്കിൽ ഫൈനൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് അവര് വാല്യൂ മീൻസ് ഇത് കൺസിഡർ ചെയ്യുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ദെൻ നമുക്ക് 1 അവറിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ത് എഴുതേണ്ടത്, എഴുതി പെൻ ആൻഡ് പേപ്പർ മോഡിൽ, ഓഫ്ലൈൻ ആണ്, പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് നമ്മളത് എഴുതി അത് എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അതായത് എൻ്റെ ലാംഗ്വേജ് അത്ര വളരെ ഭംഗിയുള്ളതല്ല, അല്ലെങ്കിൽ എനിക്കൊരു പൊയറ്റിക് രീതിയിൽ അത് എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ജോഗ്രഫി ഫാക്ട്സ് വരുന്നുണ്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്കണോമിക്സിന്റെ ഏരിയാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏൻഷ്യൻ ഹിസ്റ്ററിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ നമ്മളൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 30 ഡേയ്സിലെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയാണ് നമ്മളുടെ ഇതിൽ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്. നമ്മൾ IBക്ക് വേണ്ടി SAക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടയർ 2 വേണ്ടിയിട്ട്. അപ്പൊ 30 ഡേയ്സ് ഇനി നമ്മുടെ മുന്നിലുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻസർ പേപ്പർ കറക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള വർക്ക്ഔട്ട് സെഷൻസ്, അതുപോലെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ 2 and 3 ഒരുമിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ദെൻ നമ്മളുടെ കോഴ്സ് ഈ ഒരു രീതി അനുസരിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 30 ദിവസത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ആക്കുക. ദെൻ നെക്സ്റ്റ് ഇന്റൻസീവ് പ്രാക്ടീസ്. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ കുട്ടികൾ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈ 3 സ്റ്റേജിലും നമുക്ക് ഫസ്റ്റ് വരുന്നത് ഗ്രാമറും വൊക്കാബുലറിയും സെന്റൻസ് സ്ട്രക്ചറും ഒക്കെയാണ്. അപ്പൊ ഗ്രാമർ വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കാബുലറി നമുക്ക് ഫ്രേസൽ വെർബ്സ് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ അത്രയും ബൈഹാർട്ട് ആക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ബൈഹാർട്ട് ആക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്, ലൈക്ക് നമ്മുടെ IB ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സിന്റെ മലയാളത്തിന്റെ ഇംഗ്ലീഷും അതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചർ നമുക്കറിയാം. നമ്മളെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് എന്ന് പോകുന്ന പോലെയല്ല. ഇവിടെ വരുമ്പോൾ എന്താണ് സബ്ജക്ട് ഒബ്ജക്റ്റ് വെർബ്. അത് ചെറിയ രീതിയിലാണ് നമുക്ക് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം വ്യത്യാസം വരുന്നത്. പിന്നീട് നമുക്ക് വരുമ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ ബെറ്റർ ഒരു എഡിറ്റോറിയൽ വായിക്കുക. അതുപോലെ തന്നെ തിരിച്ച് എന്താണ് നമുക്ക് മലയാള മനോരമയോ മാതൃഭൂമി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ സൈഡ് ബൈ സൈഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു പോവുക. കറണ്ട് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് വരുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ജസ്റ്റ് ടെൻസ് എന്തൊക്കെയാണ്, അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഇത്രയും ഏരിയാസ് ഗ്രാമർ മെയിനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ടെൻസ് ജസ്റ്റ് എന്താണ്, അതുപോലെ ഈ 3 ഏരിയാസ് ബാക്കി എല്ലാം നോക്കാൻ പോയില്ലെങ്കിൽ പോലും ഇനിയുള്ള 30 ഡേയ്സിൽ ഇത്രയും ഇതിന്റെ ജസ്റ്റ് റൂൾസ് ഒക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം മിസ്റ്റേക്സ് ഇല്ലാതെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നീട് പറയുന്നതാണ് നമ്മളുടെ വേർഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ചില വേർഡ്സ് ഉണ്ട് അത് നമുക്ക് മംഗ്ലീഷിലേക്ക് എഴുതാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. ഇപ്പൊ ജോഗ്രഫി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഡെഫിനറ്റ്ലി എന്താണ് ഉപദ്വീപീയ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ. അത് നമുക്ക് പെനിൻസുലാർ ഇന്ത്യ എന്ന് മംഗ്ലീഷിൽ എഴുതുന്നേക്കാളും അതിന് പ്രോപ്പറായിട്ടുള്ള ടേം ഉണ്ട്. അല്ല ഉപദ്വീപീയ ഇന്ത്യ എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ എഴുതണം.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ആണ്. നമുക്ക് പാരഗ്രാഫ് വെച്ചിട്ട് ബാക്കിയുള്ള ഡേയ്സിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു 3 ഫുൾ ലെങ്ത് പാരഗ്രാഫ് എങ്കിലും നിങ്ങളൊരു 60 മിനിറ്റ്സിനുള്ളിൽ എഴുതി തീരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. വീക്ക്ലി ഗോൾ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് സ്പീഡാണ്. നമുക്ക് വരുന്ന 1 അവറിൽ ഒരു ടൈമർ വെച്ചിട്ട് മോക്ക് എക്സാം എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നോക്കിയിരിക്കണം. ഇനി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ഒന്നാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഹാൻഡ് റൈറ്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് നീറ്റ് അല്ലെങ്കിൽ പോലും എക്സാമിനറിന് കാണുന്ന സമയത്ത് അതൊരു ബേർഡനായിട്ട് വാരി വലിച്ച് എഴുതാതെ സ്പേസ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് തരുന്ന ആൻസർ കീ പേപ്പറിൽ തന്നെയായിരിക്കും അത് ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതും മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് സിംഗിൾ പേപ്പറിൽ തന്നെയായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് നീറ്റായിട്ട് എഴുതി പഠിക്കുക. പിന്നെ നമ്മൾ പറയും പോലെ തന്നെ ഓരോന്നിൻ്റെയും, അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും, NCERTs, ദെൻ +1 +2 ഇംഗ്ലീഷ് മലയാളം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുമ്പം നമ്മൾ അതിൽ സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ IBSA എക്സാമിനേഷനകത്താണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന പ്രോപ്പറായിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്തില്ലെങ്കിൽ പോലും അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെന്റൻസിൽ തന്നിരിക്കുന്ന കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അത് പ്ലേസ് ചെയ്യുക, വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും നിൽക്കരുത്. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിപ്പോൾ വെച്ചിട്ടുണ്ടോ, അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസോട് കൂടിയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും, സ്വയം പഠിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ദെൻ ഇഫ് യു നീഡ് നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.